വിവേചനം നടന്നു എന്നും കേരള സമൂഹത്തിൽ അതൊരു അപൂർവ സംഭവമാണെന്നും എപ്പോഴും യഥാർത്ഥത്തിൽ ഒരു അപൂർവ സംഭവമാണ്, ഒരു പിഴവ് സംഭവിച്ചതാണെന്നും അതിനെ പെട്ടെന്ന് നമുക്ക് തേച്ചു മാറ്റി കളയാൻ പറ്റുക എന്നുള്ളൊരു ഡയലോഗാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും അതല്ല കാര്യം. നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് ഒരു കാരണവശാലും കറുത്തവനെ ആകാര ഭംഗിയില്ലാത്തവനായിട്ടും അധസ്ഥിതനായിട്ടും മാത്രമല്ല ശത്രുവായിട്ടും മേലാളൻ്റെ ശത്രു സ്ഥാനത്ത് തന്നെയായിട്ടും അവനെ എപ്പോഴും അല്ലെ അവളെ എപ്പോഴും ഡിപ്രൈവ് ചെയ്യണം, അസന്നിഹിതരാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പരിഹരിക്കാൻ എന്താ മാർഗം? സമൂഹത്തിൻ്റെ ജനാധിപത്യ ആശയങ്ങളനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുകയല്ലേ വേണ്ടത്. ഗോഡി മീഡിയ എന്ന് പറയുന്ന ഒരു മനോഭാവം അതിശക്തമായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അധികാര ശക്തികൾക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ വളരെ അസാധ്യമായി വരികയാണ്. ഈ നവോത്ഥാന പുറമോടി അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ ഒരു പുറമോടി അത് പല സന്ദർഭങ്ങളിലും പലപ്പോഴും അതിലെ വിള്ളലുകൾ കാണുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു മോഹിനിയാട്ട കലാകാരി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ കേരളം മുഴുവൻ അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ഈ സവർണ മാനദണ്ഡങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭൂതി സങ്കല്പങ്ങളെയോ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈ വൈരുദ്ധ്യത്തിന് എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇപ്പോൾ സത്യഭാമയുടെ കാര്യത്തിൽ നമ്മൾ നോക്കി, എല്ലാവരും മന്ത്രി അടക്കം നാണക്കേടാണെന്ന് പറഞ്ഞു എല്ലാവരും സത്യഭാമയ്ക്കെതിരാകുകയും സത്യഭാമ ചെയ്തത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അവർ ജാതി വിവേചനം കാണിച്ചു എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ എല്ലാവരും പറഞ്ഞു. അല്ലെങ്കിൽ പത്രവാസികൾ, പ്രത്യേകിച്ച് മാതൃഭൂമി പത്രം ഒരു ദിവസം അവർ കറുപ്പിന് വേണ്ടി അവരുടെ മുഖപേജുകളിൽ കളർ ഒഴിവാക്കി ഒരു കറുത്ത പേജായിട്ട് മാറ്റിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചു. അങ്ങനെ വളരെ ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു വിവേചനം നിലനിന്നു എന്നുള്ള അർത്ഥത്തിൽ അവർ കണക്കാക്കുക, അതായത് ഡിസ്ക്രിമിനേഷനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഡിപ്രിവേഷനാണ്, ഒഴിവാക്കപ്പെടുവാണ്. സത്യഭാമ പറഞ്ഞത് ഇന്ന ആൾക്കാരെ ഒഴിവാക്കണം, കറുത്തവരോ അല്ലെങ്കിൽ അതേപോലുള്ള ജാതിയിൽ താഴെയുള്ള ആൾക്കാരെ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളാൻ പാടില്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്ത് പറ്റും? സ്ഥാപനങ്ങളെ ജനാധിപത്യവൽക്കരിക്കുകയും പാഠ്യപദ്ധതിയിലുള്ള ജാതീയ ഗ്രന്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജനാധിപത്യപരമായ ഗ്രന്ഥങ്ങൾ വേണം. അങ്ങനെ അവസര സമത്വത്തിനും സാമൂഹ്യനീതിക്കും പ്രേരണയും അടിത്തറയിട്ട രീതിയിലുള്ള സാമൂഹ്യ വികാസങ്ങളാണ് വേണ്ടത്. ഇതിനെ ഒരിക്കലും ഇരിക്കാതെ ഏറെക്കുറെ ഒരു വിവേചനം നടന്നു എന്നും കേരള സമൂഹത്തിൽ അതൊരു അപൂർവ സംഭവമാണെന്നും എപ്പോഴും യഥാർത്ഥത്തിൽ ഒരു അപൂർവ സംഭവമാണ്, ഒരു പിഴവ് സംഭവിച്ചതാണെന്നും അതിനെ പെട്ടെന്ന് നമുക്ക് തേച്ചു മാറ്റി കളയാൻ പറ്റുക എന്നുള്ളൊരു ഡയലോഗാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും അതല്ല കാര്യം. അതെപ്പോഴും അവർ നടത്തും. കാരണം എന്നാ, പെട്ടെന്ന് പുരോഗമനകാരികളാകാം. കീഴാളർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനടിസ്ഥാന പ്രശ്നം എന്നുള്ളതിനെ നമുക്കിവിടെയുള്ള വിഭവ വിതരണത്തിൻ്റെ പ്രശ്നം അടിസ്ഥാനപരമായിട്ടുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ നീതി തുല്യ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇതുപോലത്തെ പ്രശ്നമുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് സർവകലാശാലകളും ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് നടത്തുന്ന ഒരുപാട് സ്റ്റേറ്റ് കൊടുക്കുന്ന അവാർഡുകൾ, സ്റ്റേറ്റ് നടത്തുന്ന കലാ സാഹിത്യ ഉത്സവങ്ങളടക്കം, അതേപോലെ കലാമണ്ഡലം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം അതിശക്തമായ സവർണ മേധാവിത്വമാണ് നിലനിൽക്കുന്നത്. സവർണരുടെ പങ്കാളിത്തം മാത്രമല്ല ഉള്ളത്, സവർണർക്ക് മാത്രമായിട്ട് വിഹിതം കൊടുത്തുകൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൊടുത്തുകൊണ്ട് നടത്തുകയാണ്. ഇതിനെ പരിഹരിച്ചുകൊണ്ട് ബഹുജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്നതിന് പകരം ഒരു സത്യഭാമ ചെയ്ത ഒരു ജാതീയ അധിക്ഷേപത്തെ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടേണ്ടതും നിയമത്തിന് മുമ്പേ അവർ കൊണ്ടുവരേണ്ടതുമാണ്. കാരണം ഒരു ജാതി അധിക്ഷേപമാണ് അവർ നടത്തിയത്, നിയമപരമായിട്ട് തന്നെ അവരെ ശിക്ഷിക്കേണ്ട. അതിനപ്പുറം സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന അസമത്വങ്ങൾക്ക് കാരണമായ, ഡിപ്രിവേഷന് കാരണമായ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നുള്ള, അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് കെട്ടടങ്ങിപ്പോവുകയും കലാമണ്ഡലം പഴയ പോലെ തന്നെ സവർണ മേധാവിത്വത്താൽ ഭരിക്കപ്പെടുകയും അവിടുത്തെ ടെസ്റ്റ് വളരെ ബ്രാഹ്മണിക്കലായ ടെസ്റ്റുകൾ തന്നെയാണ് ഭരിക്കപ്പെടുന്നത്. അതിനകത്തൊന്നും ഒരു കാരണം, ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് ഒരു കാരണവശാലും കറുത്തവനെ ആകാര ഭംഗിയില്ലാത്തവനായിട്ടും അധസ്ഥിതനായിട്ടും മാത്രമല്ല ശത്രുവായിട്ടും മേലാളൻ്റെ ശത്രു സ്ഥാനത്ത് തന്നെയായിട്ടും അവനെ എപ്പോഴും അല്ലെ അവളെ എപ്പോഴും ഡിപ്രൈവ് ചെയ്യണം, അസന്നിഹിതരാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പരിഹരിക്കാൻ എന്താ മാർഗം?
സമൂഹത്തിൻ്റെ ജനാധിപത്യ ആശയങ്ങളനുസരിച്ച് നമ്മൾ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുകയല്ലേ വേണ്ടത്. അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്നത്. ഈ ജാതിയെക്കുറിച്ചുള്ള കേരളത്തിലെ ചർച്ചകൾ ഇപ്പോൾ സത്യഭാമ സംഭവത്തിലാണെങ്കിലും മറ്റു പല സന്ദർഭങ്ങളിലും ഭൂതകാലത്തെ വർത്തമാനത്തിലേക്ക് പുനരാനയിക്കുന്നു എന്നുള്ളൊരു നരേഷനാണ് അങ്ങനെയാണ്. അതാണ് അത് പക്ഷേ നിലനിൽക്കുന്നില്ല. വർത്തമാനം ജാതി ഒരു വർത്തമാന യാഥാർത്ഥ്യമായി അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു വ്യാഖ്യാനം, ഈ ഒരു നരേഷൻ പലപ്പോഴും കേരളം ജാതി മത സങ്കുചിതങ്ങൾക്കതീതമായി വർഗ മനുഷ്യ താല്പര്യങ്ങളിലേക്ക് സംഘടിച്ചു വന്നൊരു സ്ഥലം എന്നൊരു സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണോ, അതോ ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള വിമുഖത കൊണ്ട് വരുന്നതാണ്? ഇതിന് സങ്കല്പനപരമായ പ്രശ്നം തന്നെയാണ്. വിമുഖത മാത്രമല്ല, സങ്കല്പനപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം കേരളത്തിലെപ്പോഴും ഒരു പെട്ടെന്ന് പുരോഗമനകാരികളെന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷമൊക്കെ ചാടി വീഴും, പെട്ടെന്ന് അവർ പ്രതികരിക്കും ഇതുപോലത്തെ കാര്യം. കാരണം എന്നാ, ജാതി മത വർഗീയ ശക്തികൾ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവർ പറയുന്നത്. ഈ ജാതി മത വർഗീയ ശക്തികൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? അടിസ്ഥാനപരമായിട്ട് സവർണരെ അല്ല അവർ അഡ്രസ്സ് ചെയ്യുന്നത്. കീഴ്ജാതിക്കാരോ മതന്യൂനപക്ഷമായവരുടെ സംഘടിതമായ സ്വഭാവത്തെയാണ് ജാതി മത വർഗീയ ശക്തികളുടെ തിരിച്ചു വരുന്നവർ പറയുന്നത്. കാരണം എന്നാ, അവരിലെ ജാതി കാണാൻ കഴിയുള്ളൂ. മറ്റു മേലാളർ എന്ന് പറയുന്നത് ഒരു സാർവലൗകിക കർത്തൃത്വമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാതിയുണ്ട്. ഇപ്പം നായർക്ക് ജാതിയുണ്ടെന്നോ നമ്പൂതിരിക്കൊരു ജാതി ഉണ്ടെന്നോ കണക്കാക്കപ്പെടുന്നില്ല. മറിച്ച് ജാതി ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കീഴ്ജാതിക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ കീഴ്ജാതിക്കാരിലൂടെ ജാതി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ പറയുന്നത്. ഇത് ശരിക്കും 80-ൽ ഇങ്ങനെയായിരുന്നു. 80-ൽ ഉത്തരേന്ത്യയിൽ സവർണ രാഷ്ട്രീയത്തിന് മേധാവിത്വത്തിനെതിരെ അവർണ ഈ പറയുന്ന ഇന്നത്തെ ബഹുജൻ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇന്ത്യയിലെ സവർണ ചിന്തകർ പറഞ്ഞ എന്താണ്? ജാതി തിരിച്ചു വരുന്നു, ജാതി തിരിച്ചു വരും, ഇന്ത്യയിൽ ഉണ്ടാകാത്ത ജാതിയെ തിരിച്ചു കൊണ്ടുവരുന്നു, ഇന്ത്യയെ ബാൾക്കനൈസ് ചെയ്യും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഏകീകരിക്കപ്പെട്ട ദേശത്തെ ഛിന്ന ഭിന്നമാക്കി കളയും എന്നുള്ള പേടികളാണ് അക്കാലത്ത് ഉയർത്തിയ പോലെ തന്നെ ഇവിടെ എപ്പോഴും ഈ ജാതിയില്ല. അതായത് നവോത്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ വന്ന ഒരു സ്ഥലത്ത് ജാതി അതീതമായി മാറിയെന്നും അത് വർഗസമരങ്ങളുടെ ഒരു കേന്ദ്രമായിരിക്കുന്നു പറഞ്ഞ സങ്കല്പനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പലപ്പോഴും ഇതിൽ വന്ന ഒരു അപഭ്രംശം എന്നതിൽ ഒരു ഇടയ്ക്ക്, അതായത് നമ്മുടെ പുരോഗമന ചിന്തയുടെ അകത്ത് സത്യഭാമ ഒരു അപഭ്രംശമായിട്ട് ഒരു വീഴ്ച എന്ന നിലയിൽ വന്നതായിട്ട് കണക്കാക്കുകയും അടിസ്ഥാനപരമായിട്ട് സത്യഭാമമാരെ ഈ സ്ഥാപനങ്ങൾ കൊണ്ടാക്കാൻ കഴിയുമെന്നുള്ള സത്യം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു. കാരണം എന്നാ, സത്യഭാമ അവരുടെ വർത്തമാനം കൊണ്ട് പറഞ്ഞു പോയി കാണാം, പക്ഷേ അടിസ്ഥാനമായിട്ട് ഈ സ്ഥാപനങ്ങളെല്ലാം ഇതൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും ഈ സ്ഥാപനങ്ങളിലേക്ക് ഒരു ആവരണം വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന കിട്ടിയിട്ടില്ല. ഇപ്പം ഒരിക്കലും ഇവർക്ക് വലിയൊരു സ്ഥാപനങ്ങളുടെ ചെയർമാനായിട്ട് വരികയോ അതിൻ്റെ ഡയറക്ടർമാരുടെ പരിശോധന വളരെ ചെറിയൊരു 1-2 പേര് പരിഗണിക്കപ്പെടുക അല്ലാതെ ഒരിക്കലും പോലും വളരെ സവർണ ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഈ പരിഗണനകളെല്ലാം കിട്ടുന്നത്. അതിനെ ഒഴിവാക്കിക്കൊണ്ട് അവർണ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ വിഭാഗീയമായി ചിത്രീകരിക്കാനാണ് പലപ്പോഴും ജാതിയെപ്പറ്റിയുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ ഇതിനൊരു വൈജ്ഞാനിക പ്രശ്നമായിട്ടും ഇതൊരു അവസര സമത്വത്തിൻ്റെ പ്രശ്നമായിട്ടും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടും കണക്കാക്കാൻ പലപ്പോഴും പുരോഗമനകാരികൾ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ അവരൊരു തയ്യാറായിട്ടില്ലെന്നുള്ള അസുഖമാണ്. അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ ഒരിക്കലും അവരുടെ ഒപ്പം മാത്രം നിന്നാൽ പോരാ. അപ്പോൾ അവർ ഇപ്പം പറഞ്ഞില്ല, ഇപ്പം സത്യഭാമയ്ക്ക് ഇത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിജീവികളും സവർണരും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്, സത്യം. പക്ഷേ അതാണ് പ്രശ്നം പരിഹാരമെന്ന് നമ്മൾ വിശ്വസിച്ച് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ കാണാതെ പോകും. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇതിനെ മറികടക്കുന്നതിനും ഇപ്പം യൂത്ത് കൾച്ചർ, പുതിയ സാംസ്കാരിക ചലനങ്ങൾ, ഇതിനെ സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ബാബുരാജ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭാവുകത്വപരമായിട്ടുള്ള ഒരു യാഥാസ്ഥികത്വത്തെ പുതിയ രീതിയിലുള്ള യുവ സംസ്കാരങ്ങളും വായനകളും മറികടക്കുന്നത് എന്നുള്ളത് കൂടി? മറികടക്കുന്നുണ്ടെങ്കിലും വ്യവസ്ഥ അതിശക്തമായിട്ട് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും
ഇന്നത്തെ യൂത്ത് കൾച്ചറിന് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. യൂത്ത് കൾച്ചറിൽ നിന്ന് മാറി, കാരണം വളരെയധികം സമ്മർദ്ദം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ഭരണം ഇന്ത്യയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിന് ഇപ്പോൾ സ്വതന്ത്രമായി ചലിക്കാനുള്ള ചലനസാന്ദ്രത ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആരുടെ മേലും വളരെ വലിയൊരു സംശയത്തിൻ്റെ നിഴലിലും വലിയ സമ്മർദ്ദത്തിലുമാണ്. ഇപ്പം പഴയ കാലത്ത് നടത്തുന്ന പോലെ ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ഒരു കൗണ്ടർ കൾച്ചറിൻ്റെ മേൽ വളരെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുള്ള ആക്ടിവിസത്തിനൊക്കെ മേൽ ശക്തമായ സമ്മർദ്ദങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു സ്റ്റാറ്റസ് ഫേസ്ബുക്കിലൊരു സ്റ്റാറ്റസ് ഇട്ടാൽ ഒരു 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് ഇട്ട പോലെ അല്ല ഇപ്പം. അന്ന് 100-500 പേരുടെ അകത്തേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പം അതൊക്കെ ലിമിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം സോഷ്യൽ ആയിട്ട് വിദ്യാർത്ഥികളുടെ അകത്തും യുവജനങ്ങൾക്കകത്തും രൂപപ്പെട്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള സാമൂഹ്യ ഉണർവുകളെ മുൻകൂർ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സിനിമയിലൊക്കെ വിജയിക്കുന്ന സിനിമകൾ, അല്ല സിനിമയിലൊക്കെ വികസിക്കുന്നവർക്കെതിരെ ഭയങ്കരമായ ഗോഡി മീഡിയ എന്ന് പറയുന്ന ഒരു മനോഭാവം അതിശക്തമായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അധികാര ശക്തികൾക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ വളരെ അസാധ്യമായി വരികയാണ്, വളരെ കുറവാണ്. പല സ്ഥലത്തും ഇപ്പം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വളരെ ഹിന്ദുത്വത്തിൻ്റെ അകത്താണ്, ഹിന്ദുത്വൻ്റെ റിപ്പോർട്ടിങ്ങിനകത്ത് നിലനിൽക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ബഹുജനങ്ങളുടെ അകത്ത് നടക്കുന്ന വിവിധ ഉണർവുകളോടും അതിനോട് ശക്തമായി പ്രതികരിക്കാൻ യൂത്ത് അതിനോട് ഐക്യപ്പെടാനും, ഇപ്പം പറഞ്ഞില്ല പൗരത്വ വിരുദ്ധ സമരത്തിനെതിരെ ഐക്യപ്പെടുക, അതേപോലെ ദലിതരുടെ പ്രശ്നം വരുമ്പോൾ അതിനോട് കോസ് ചെയ്യില്ല, നേരിട്ട് അവരോട് വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ യോജിച്ച് നിന്ന് പോരാടാനും കൂടെ തയ്യാറായാൽ മാത്രമാണ് കഴിയുള്ളൂ. പ്രതീകാത്മകമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്ന് അസാധ്യമായിട്ടുണ്ട്. അതിന് കാര്യമായ ഫലങ്ങൾ കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പുതിയ ഈ അസാധ്യതയുടെ ഒരു കാലഘട്ടത്തിലും പുതിയ സാധ്യതകളുടെ പ്രതീക്ഷകൾ ബാക്കി വെച്ചുകൊണ്ട് ഇനിയും സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.